Hi dears, welcome back to Fashion Week Designs. ഒരു പ്രീമിയം ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. പ്രീമിയം ഫാബ്രിക്കിൽ വരുമ്പോൾ എപ്പോഴും സിമ്പിൾ ഡിസൈൻസ് ആയിരിക്കും. നമ്മുടെ ടസർ സിൽക്ക് ആണ് ഇത് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇതിന്റെ കളേഴ്സ് ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. അങ്ങനെ എല്ലാ സെറ്റ്സുകളിലും വരുന്ന ടൈപ്പ് കളേഴ്സേ അല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് സ്റ്റൈലും ലുക്കും ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ കളേഴ്സിന്. കണ്ടില്ലേ, എല്ലാം ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പീസ്റ്റൽ പോലെയൊക്കെ നിൽക്കുന്ന, എന്നാൽ നോക്കുമ്പം കുറേയധികം കോമ്പിനേഷൻസ് മിക്സ് ചെയ്യൊക്കെ ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു കളർ ടോൺസ് ആണ് ഇതെല്ലാം വന്നേക്കുന്നത്. ഇതിൻ്റെ ബോർഡർ ഉണ്ട്, ഇതൊരു എംബ്രോയിഡറി ബോർഡർ ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രിന്റ് ഒക്കെ ആയിട്ട് തോന്നും, ബട്ട് ഇതിലെല്ലാം എംബ്രോയിഡറി, അതായത് കാന്ത ഹാൻഡ് വർക്ക് ആണ് ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. വെറൈറ്റി പാറ്റേൺസ്, ടെസർ സിൽക്ക് ആണ് ടോപ്പിന്റെ ഫാബ്രിക് കൊടുത്തേക്കുന്നത്. സോ ഇതാണ് ഇങ്ങനെയുള്ള പ്രീമിയം ഫാബ്രിക്സിലെ കളേഴ്സ് ഒക്കെ കണ്ടില്ലേ, എല്ലാം വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡ്സ്. അതായത് കുറച്ചധികം കളേഴ്സ് നമ്മളിങ്ങനെ പെയിന്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ അധികം കളേഴ്സ് മിക്സ് ചെയ്ത പോലെയാണ് ഈ ബോഡി പോർഷൻ വന്നാൽ നോക്കുന്നത്. അതായത് ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട്. ദാമൻ വരുമ്പം ഇതുണ്ടോ, ഈ കാന്ത ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബാക്കും അതുപോലെയൊക്കെ തന്നെ ഇതുണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല വിഡ്ത്തും ലെങ്തും ഫാബ്രിക്കിനുണ്ട്. ഞാൻ അപ്പം ദാമൻ ബോർഡർ വെച്ചിങ്ങനെ കാണിക്കാം. ഇതിനെ ഇപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്രേ എന്ന് പറയാം. ഗ്രേ പോലത്തെ കളർ ഷെയ്ഡ്, അത് ബോർഡർ നോക്കുമ്പം നോർമൽ ഗ്രേ അല്ല, ഗ്രാഫൈറ്റ് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാമെന്നുണ്ട്. ദുപ്പട്ട നോക്കി, ഇങ്ങനത്തെ സെറ്റ്സ് കാണുമ്പോൾ അറിയാം അത് പ്രീമിയം ആണ്. ദുപ്പട്ട വളരെ ലൈറ്റ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സിൽക്ക് ഫാബ്രിക് തന്നെ ആയതുകൊണ്ട് തന്നെ ഉണ്ടോ, എങ്ങനെ നമ്മൾ ഇട്ടാലും ഇങ്ങനെ കിടക്കും. ഇങ്ങനത്തെ ടൈപ്പ് ഫാബ്രിക്സുകൾ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതാണ് ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം അല്ലാതെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്സ് ആൾക്കാർ നോക്കുമ്പോൾ ഈ ഇതെന്തൊരു സാധനമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ബട്ട് ഇങ്ങനത്തെ പ്രീമിയം ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റം യൂസ് ചെയ്യുന്നവർ അങ്ങനത്തെ ഐറ്റം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എൻ്റെ ദുപ്പട്ടയൊക്കെ കണ്ടില്ലേ, വെറൈറ്റി ആയിട്ട് നിൽപ്പുണ്ട്, നല്ല ഭംഗിയാണ്. 1540 പ്രൈസ്. സോ ഇത് കളർ വന്നിട്ട് വീഡിയോയിൽ കുറച്ച് ഗ്രേ ബ്ലൂ ഒക്കെ ആയിട്ടാണ് തോന്നുക. ഈ കളറ് ഗ്രീൻ ആണ്. ഈ ബോർഡർ നോക്കുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് പക്ക ഗ്രീൻ അല്ല, ചെറിയൊരു ഗ്രേയുടെ ഒക്കെ ബ്ലെൻഡ് വരുന്ന ടൈപ്പ് ഷെയ്ഡ്സ് ആണ്. എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളർ ഷെയ്ഡ്സ് ആണ്. ഇന്ന കളറൊന്നും പറയാൻ പറ്റുന്നില്ല. ദുപ്പട്ട വളരെ പ്രീമിയം ആണ്. ഇത് നമ്മൾ വാങ്ങിച്ച് അല്ലെങ്കിൽ കയ്യിലൊക്കെ എടുത്ത് നോക്കിയാലേ ഈ ഫാബ്രിക്കിൻ്റെ പ്രീമിയം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കാണുമ്പം ജസ്റ്റ് ഇങ്ങനെ പ്രിന്റ് ഒക്കെ ആയിട്ട് തോന്നും. പ്രിന്റ് അല്ല, ഇതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പ്രീമിയം സെറ്റ്സ് ആണ്. ദുപ്പട്ടയൊക്കെ നല്ല വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഫാബ്രിക്, ആൻഡ് നല്ല കംഫോർട്ടാണ്. നമുക്ക് പിടിക്കുമ്പോഴും ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പം പോലും. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലുമാണ്. ഈ കളർ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൗൺ എന്ന് പറയാം, പട്ട ബ്രൗൺ അല്ല. ഈ ഇടയ്ക്ക് പോർഷനിൽ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം നമ്മുടെ ഒരു ചിക്കൂൻ്റെ ഒക്കെ മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. അതായത് ടോപ്പ് നോക്കുമ്പം ഫുൾ പല കളേഴ്സ് മിക്സ്ഡ് ആണ്. ടോപ്പിൽ ലൈറ്റ് ആയിട്ടുള്ള, അതായത് ഡാർക്കിൻ്റെ തന്നെ ലൈറ്റ് ടോൺസ് ഇങ്ങനെ കൊടുത്ത് ബേസ് ഫുള്ളും മിക്സ് ആയിട്ടുള്ള ഒരു കളറും ദുപ്പട്ടിലും ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം കാണാൻ. 1540 പ്രൈസ് ആണ് ഓവറോൾ ലുക്ക്. സോ ഇത് വന്നിട്ട് ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ്. വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗ്രേ ആയിട്ട് തോന്നും, ബട്ട് ഈ ബോട്ടം നോക്കിയാൽ മതി, ഗ്രീനിൻ്റെ ഷെയ്ഡാണ്. ഇത്രയും ഷെയ്ഡ്സേ വരുന്നുള്ളൂ. താങ്ക് യു.